It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. ഇന്ന് തന്നെ സന്ദർശിക്കൂ. Safa Golden Diamonds, different by designs. ഹിമ അന്തേവാസികൾക്കൊപ്പം ഇഫ്താർ വിരുന്നൊരുക്കി മെക്സവൻ കൂട്ടായ്മ. അശരണരായ 100ഓളം പേർ അധിവസിക്കുന്ന അടയ്ക്കാക്കുണ്ട് ഹിമ കെയർ ഹോമിലാണ് കാളികാവ് മെക്സവൻ കൂട്ടായ്മ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും ഒരുക്കി മാതൃകയായത്. ചടങ്ങിൽ ഡോക്ടർ ലത്തീഫ് പടിയത്ത്, ഹിമ ഡയറക്ടർ ഫരീദ് റഹ്മാനി എന്നിവർ റമദാൻ സന്ദേശം നൽകി. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മെ അസ്വസ്ഥമാക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, ദീനദയാ പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്തിയാൽ മുമ്പൊന്നും കാണാത്ത വിധമുള്ള ഒരു വസന്തം പൂത്തുലഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലൊരു ക്യാൻസർ രോഗി ഉണ്ടായാൽ ആ രോഗിയുടെയോ ആ കുടുംബത്തിൻ്റെയോ സങ്കടമാണത്. ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു കിഡ്നി ഫെയിലറായ ഒരു രോഗി ഉണ്ടായാൽ ആ രോഗിയുടെ മാത്രം സങ്കടമാണത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് കിഡ്നി പരാജയപ്പെട്ടാൽ, ഒരാൾ ക്യാൻസർ രോഗിയായാൽ, അമ്മയൊക്കെ പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, പാലിയേറ്റീവ് കെയറിന്റെ വണ്ടിയിൽ വോളണ്ടിയറായി പോകുന്നവരൊക്കെ ജീവിക്കാൻ മാർഗമുള്ള, അവർക്ക് മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളവരാണ്. എല്ലാം മറന്ന സമർപ്പണത്തിന്റെ ത്യാഗോജ്വലമായ കഥകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കുഞ്ഞുമക്കളാണ്. 5 വയസ്സുള്ള കുട്ടി ബക്കറ്റും പിടിച്ച് തെരുവിൽ വെയിലേറ്റുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു നാരായണന്റെ, ഞങ്ങളുടെ നാട്ടിലൊരു ജോസഫിന്റെ, ഞങ്ങളുടെ നാട്ടിലൊരു അബൂബക്കറിന്റെ കിഡ്നി പോയിട്ടുണ്ട്, 10 രൂപ തരൂ എന്ന് ചോദിച്ച് കുഞ്ഞുമക്കൾ ബക്കറ്റ് പിടിച്ചുകൊണ്ട് 30 ലക്ഷം ടാർഗറ്റ് ചെയ്യുന്ന രോഗികൾക്ക് 90 ലക്ഷം പിരിച്ചെടുത്ത കഥ നമ്മുടെ കാളികാവിലുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെട്ടതിന്റെ സന്തോഷം കൃതജ്ഞതയോടുകൂടെ, നന്ദിയോടുകൂടെ പടച്ച തമ്പുരാന്റെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഹെൽത്ത് ക്ലബ്ബ് കാളികാവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷവും ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിരുന്നു. സ്ത്രീകളടക്കം 100ലേറെ പേർ സംഗമത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം കെയർ സെന്ററായ ഹിമ കെയർ ഹോമിലെത്തിയ സംഘാംഗങ്ങൾ വേണ്ട സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ചടങ്ങിൽ ഹിമയിൽ ആരംഭിക്കുന്ന അത്യാധുനിക ഇന്റർനാഷണൽ ഗ്രേഡിലൊരുങ്ങുന്ന ഇംഗ്ലീഷ് സ്കൂളിന്റെ വിളംബരം ഹിമ സെക്രട്ടറി ഫരീദ് റഹ്മാനി നിർവഹിച്ചു. ഹിമ ഡയറക്ടർ സലാം ഫൈസി, മെക്സവൻ വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ CTP ഉണ്ണിമൊയ്തീൻ, വണ്ടൂർ ഏരിയ ചീഫ് ട്രെയിനർ ഫിറോസ്, വ്യാപാരി വ്യവസായി പ്രതിനിധി CH ഫൈസൽ, കാപ്പ പ്രതിനിധി T മുസ്തഫ, മോർണിംഗ് വാക്കേഴ്സ് പ്രതിനിധി സക്കീർ ഹുസൈൻ എന്നിവർ സംബന്ധിച്ചു. മോർണിംഗ് വാക്കേഴ്സ് പ്രതിനിധി സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ട്രെയിനർമാരായ ഫിറോസ് മാസ്റ്റർ, ഹരിദാസൻ, K ഫൈസൽ, റഷീദ് എന്ന ബാപ്പു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.